അങ്ങനെ ഫൈനലി നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം എത്തി. നേരെ ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ട് കയറാം. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഷിറ്റുമോൻ ഒരേ കരച്ചിലാണ്. ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കാണാനാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഉണ്ടോ ഇങ്ങനെ കറയും മേലേക്ക് സ്റ്റെയർ ഉണ്ട്. നമുക്ക് മേലേക്ക് പോയേക്കാം. അതാ ഈ ക്യൂ ഉണ്ടോ അനീസൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറുന്ന ആൾക്കാർ ഇതിനകത്താണ്. 47 പീപ്പിൾ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് വരിക. ഇതുണ്ടോ അവർക്ക് പോകാനുള്ള ലിഫ്റ്റ് നേരോട്ട് പോകുന്നത് ഉണ്ട്. ഒരു കഫേ ഉണ്ട്. കഫേനകത്ത് കയറിയിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് കയറിയത്. ഇവിടുത്തെ കഫേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ഹെവി സംഭവമാണ്. ബില്ല് വരുമ്പോൾ അറിയാം എന്താവുന്നില്ലേ. മ്യൂസിയത്തിൻ്റെ ഒരു കോർണറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് കുറേ ആൾക്കാർ ഉണ്ടാവും, നമ്മൾ എടുക്കുന്നില്ല. അതാണ് നമ്മൾ കഫേ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മൾ കുറേ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ബുർജ് ഖലീഫ ദുബായ് മാളിൽ പോകും. നാളെയും കുറച്ച് നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. നാളെ ഏകദേശം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം ഉച്ചവരെ അവർക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്, ഡോൾഫിൻ ഷോ അങ്ങനത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ടൈമിൽ നമ്മൾ അവരുടെ കൂടെ കൂടും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഒന്ന് അബ്രമോട്ട് അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വരാം. ലസ്സി കുറേ പരിപാടി വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. കട്ടൻ ചായ കേട്ടോ, നല്ല പക്ക റോ ഇലയുടെ ഫ്ലേവറാണ്. ഒരു രക്ഷയിലാകുമ്പോൾ ഞാൻ കുടിച്ചിട്ടൊരു ശരിക്കും ഓ ഇലയുടെ ചായയുടെ ടേസ്റ്റ് അത് സെറ്റാകുമ്പോൾ ഒരു കുടിച്ചപ്പോൾ ഒരു റീഫ്രഷ്. ആ തലവേനൊക്കെ മാറി ഒരു പ്രത്യേക ഒരു ഫീല്. അതിനുണ്ട് നിൻ്റെ ഒരു അഭിപ്രായം? ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 3 മണിക്കൂറാണ് അനീസിനും ടീമിനും ഇല്ല. അപ്പോൾ അതുവരെ ഒന്ന് കുറച്ചേരം ഒന്ന് പീസ് ഔട്ടായിട്ട് അവിടെ നിന്ന് ഇരിക്കാൻ എഴുതി. നല്ല ഹെഡേക്ക്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചേരം ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് പീസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനം. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം. പിസ്താഷു അങ്ങനത്തെ എന്തൊക്കെയുള്ള സംഭവങ്ങളാണോ ഒക്കെ കുറേ മയിലുകളാക്കണം. നല്ല ഭംഗിയില്ലേ. പക്ഷെ നമ്മൾ ടീ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നേരെ പോട്ടെ. പിന്നെ അവന്മാർ വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. നമുക്കിപ്പോൾ ഈ ഇതിലെ പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റും തോന്നുന്നില്ല. കാരണം ഇവിടെ നോ എൻട്രി എന്നുള്ള ബോർഡുണ്ട്. നമുക്ക് കണ്ട് പോകാനൊന്നും പറ്റില്ല. നമ്മൾ ഏറ്റവും നേരെ താഴത്തിലൊരു ഫ്ലോർ ഉണ്ട് കഫേ. ഏറ്റവും ടോപ്പിലേക്ക് കയറണമെന്നല്ല നമ്മൾ കയറിയില്ല. പിന്നെ ചെക്കന്മാർ പോയിട്ട് പിന്നെ എനിക്ക് പോകാമെന്ന് കരുതി. ഇതാണ് കഫേ. അപ്പോൾ ആ കഫേയിൽ വന്നിട്ട് കോഫി കുടിച്ച് കുറച്ചായിരുന്നു ചില്ലായി. ബൊട്ടിക്കായിട്ട് ഊതുണ്ടാക്കണ ഒരു ഫുൾ പ്രോഗ്രാംഡായിട്ട് സെറ്റ് ചെയ്തിട്ട് ഊതുണ്ടാക്കണം പല പല ഫ്ലേവറിൽ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. അവർ ഓൾറെഡി പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഉൾഭാഗം, താഴഭാഗമാണത്. നേരത്തെ കാണിച്ചു തരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ ഇങ്ങനെ മെഷീൻ ഉണ്ട്. അപ്പോൾ ഈ മെഷീനകത്ത് ഇത് റോബോട്ടിക്കാട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചൂസ് ചെയ്യാം. ഇതിനകത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കിട്ടും. ഓൾറെഡി മേലെ പോയി കുടിച്ചിട്ട് കാശ് പൊട്ടിച്ചിട്ട് വരികയാണ്. ഇനി നേരെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് സ്കൂട്ടാവല്ല ഇവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. റോബോട്ടിക് ഡോഗ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്താണ് റോബോട്ടിക് ഡോഗ് ഉണ്ടത് കണ്ടോ. ഫുൾ സെൻസറാണ്. 360 സെൻസറാണ് ഇത് വരുന്നത്. അത് ക്യാമറയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ സെൻസറുണ്ട്. എന്തല്ലേ ടെക്നോളജിയാ ഗായ്സ്. അങ്ങനെ നമ്മൾ എന്താ പറയുക കാത്തിരിപ്പിന് വിരാമമായിട്ട് പിള്ളേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതേ റീലെടുത്തോണ്ട് കേട്ടോ. ലുല്ലു കടന്ന് ഇങ്ങനെ കറങ്ങുന്നു. എങ്ങനെ നടന്നതെന്ന് ചെക്കന മാസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പോക്കിമോനായി. എൻ്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പക്ഷെ ഇത്രക്കില്ല ശിവനെ. സോ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉള്ളിൽ കയറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പകുതി വരെ പോയിട്ട് ടീ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബുർജ് ഖലീഫ കാണാൻ പോകുന്നു. ദുബായ് മാളിലൊക്കെ ഒന്ന് തെണ്ടി തേച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ. റൊമാൻറ്റിക് കപ്പിൾസ്. അതെ, പൂക്കി ഗേൾ, പൂക്കി ബോയ് ആൻഡ് ക്യാമറാമാൻ. പാവം ഷിറ്റുമണി എല്ലാ ബാഗും കൊണ്ട് തലയിലിട്ട് ഇരിക്കുന്നു. നോക്ക്, കാർട്ടൂൺ കണ്ട് ഇരുത്തിക്കുക. ഉമ്മ ഇപ്പൊ അവിടെ ഡാൻസ് കളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കാർ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. സോ ഇവിടെ വന്ന ടൈമിൽ കണ്ടോ ഒരു സൈബർ ഡോഗ് കണ്ട മാളിലോട്ടാണ് നമ്മൾ പോണത്. സോ നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട് വണ്ടിയും കൊണ്ട്. ദുബായ് മാളിലെത്തി. നമ്മൾ ചൈനീസ് ഓർഡർ ചെയ്ത്, പിന്നെ ഷിറ്റ് പോലെ നമ്മൾ KFC ഓർഡർ ചെയ്ത്, ഒരാൾ ബർഗർ കയറ്റുന്നുണ്ട്. മീസും ഞാനും നൂഡിൽസ് കഴിക്കാറ്. തരൂലും നൂഡിൽസ് കഴിക്കണം. ഒരു അംഗം കഴിഞ്ഞ മൂടില്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അതെ
എമ്പൊക്കെ വിടണേ. ഇനി നേരെ നമ്മൾ ദുബായ് മാളിനകത്ത് അക്വേറിയത്തിനകത്ത് നമ്മൾ പോകും. അവിടുന്ന് ബുർജ് ഖലീഫ അതിൻ്റെ താഴത്ത് വാട്ടർ ഡാൻസ് കാര്യങ്ങളൊക്കെ അത് കാര്യങ്ങൾ കാണാം. നമ്മൾ പുറത്താണ് ഇരിക്കണത് കേട്ടോ. അതുകൊണ്ടോ വ്യൂ, ബുർജ് ഖലീഫ വ്യൂ. ഓ ഒരേ പൊളി. ദുബായ് മാള് ഫുഡ് കോർട്ടിലൂടെ അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ആ പെട്ട് 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 ഇനി ഇതിൻ്റെ ഉള്ളിൽ പോകണം. എന്താ ടൂനെ ഇവിടെ ആക്കിയിട്ടേ നമുക്ക് പോവാ. സോ ഗൈസ് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് അണ്ടർ വാട്ടർ സൂവിൽ കയറാന്ന് കരുതി. നോക്കിയപ്പോൾ എത്ര ആണ്? 269 270 ആ റേഞ്ചാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും കയറാൻ പ്ലാനില്ല. അനീസിനും ഒക്കെ ഏകദേശം വരുന്നത് ഒരു 700+ വരും മൂന്നാൾക്ക് എടുക്കുമ്പോൾ, ചെക്കിനോടൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഒരു സ്കിപ്പാക്കി. ഞാൻ എന്തായാലും കയറും, പക്ഷെ ഇപ്പോഴല്ല ആക്കും പോലെ സാവകാശം. 800 സംതിങ് കാറിന്. കണ്ടോ 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 കണ്ടോ, എന്താ രസമല്ലേ, ഭംഗി. ഇതൊക്കെ കണ്ടോ, ഒരാളാണ് ഈ ചിരിച്ചു പോകേണ്ടത്. ഈ കണ്ട് ചിരിച്ചാണ് പൊക്കോണ്ട് കണക്ക്. ഇവിടെ സാധനം ഇങ്ങനെ ഇടയ്ക്ക് പുഞ്ചിരിച്ച് വന്ന് ഗ്ലാസ് നിൽക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക് വരുമ്പോ. ഓർമ്മ പാറുവിന്റെ അതേമാതിരി പല്ലടിച്ച് ഇങ്ങനെ വെക്കും. ഈ കളിച്ച് ഈ കണ്ട അങ്ങനെ അങ്ങനെ അതേപോലെ പല്ലടിച്ച് വെക്കണം. വരും വരികൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാ പാറിക്കൊണ്ടിരിക്കുക. കണ്ട അവിടെ പോണം. അതെ പാറുവിന്റെ അതേപോലെ. ഇതിലച്ചോ കുറുമ്പത്തി കുറെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇട്ടാ. കണ്ടാ കൊള്ളാം, അടിപൊളിയില്ലേ. ഇതേ കണ്ടാട്ടാ, ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ ഉള്ളിൽ എന്തായാലും കയറണം. ഇപ്പോഴല്ല, അവിടെ കണ്ടോ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇതേപോലെ ബോക്സിലായിട്ട് നമുക്ക് കയറി കാണാൻ പറ്റും. 360 ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോഴല്ല, നമുക്ക് എന്തായാലും പോണം. ആ ഇതേ കണ്ടോ മീൻ. ആ കൊറേ മീനുകൾ. അതെ കൊറേ മീനുകള്, വലിയ മീന്. ആശ്ചര്യഭാവങ്ങളോട് കൂടി മീനിനെ നോക്കി കണ്ണ് കിട്ടുമോൻ. ഫൈനലി നമ്മൾ ചൈന ടൗണിന്റെ അവിടെ എത്തിയാണ്. അതാണ് ചൈന ടൗണിന്റെ ബോർഡ്. സോ നമ്മൾ ചൈന ടൗണിലോട്ട് കിടക്കുകയാണ്. നമുക്ക് ചൈന ടൗൺ ഉണ്ട്, പിന്നെ ഒരു സ്കെൽട്ടന്റെ ഒരു സംഭവം ഉണ്ട്. സോ ഇതാണ് ഈ താഴത്ത് കാണാണ് ചൈന ടൗണ്. സ്കെൽട്ടന്റെ അവിടെയാണ്, നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ചൈന ടൗൺ സെർച്ച് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഇവിടെയാണ്. ഇവിടുന്ന് പോയിട്ട് റൈറ്റേക്ക് തിരിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ പോയിട്ട് പിന്നെ ലെഫ്റ്റേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും റൈറ്റേക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തെ കാണിച്ച് ഡൗൺ കാണിച്ച് ടോപ്പ് പോണല്ലേ, മേലെ കയറിയിട്ട് പിന്നെ റൈറ്റ് പോകണം. ഓക്കെ, അതാണ് വെച്ചാൽ ടൈന ഓപ്പണിങ് സൂണോ. എന്തടിച്ച് നടന്ന് വന്ന് ഫൈനലി നമ്മൾ മറ്റേ ദിനോസറിന്റെ സ്കെൽട്ടന്റെ ഭാഗത്തെത്തി. ഇതാണ് ദിനോസറിന്റെ സ്കെൽട്ടൺ. ഈ മേലെ കാണുന്ന ഇതാണ് കേട്ടോ, ഇതാണ് തല. ദിനോസറിന്റെ ഒറിജിനൽ സ്കെൽട്ടൺ ആണ്. ഇതാരും അധികം ആൾക്കാർക്ക് അറിയില്ല. ഈ സെയിം ലോങ് നെക്ക് വരുന്നില്ലേ, ഇതിന്റെ സ്കെൽട്ടൺ ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, സ്ക്രീനിൽ കാണാൻ പറ്റും. 1 2 3 4 5 ആനേന്റെ സൈസോ. ഇതാണ് ഡൈനോസറിന്റെ സ്കെൽട്ടൺ. ഓരോ സൈസൊക്കെയാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് വാരിയല്ല കേട്ടോ ഈ കാണുന്നത്. ഓ എന്ത് ഹ്യൂജ് സൈസല്ലേ. ഇപ്പൊ കാണിക്കുക അവര് മരത്തിനകത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ്, ഈ സൈസ് ഉണ്ടാവും. അത് ആലോചിച്ച എല്ല് ഈ സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ല് കണ്ടോ അങ്ങനെ ഇത്രയും സൈസ് ഉണ്ടോ, വാല് വരുന്ന ഇത്രയും സൈസ്. അപ്പൊ എല്ല് ഈ സൈസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇറച്ചൊക്കെ പാടെ വരുമ്പോ ഈ സൈസ് ഉണ്ടാവും. ആലോചിച്ച് നോക്ക്, ഇറ്റ്സ് ഹ്യൂജ് ആക്ച്വലി, ഹ്യൂജ്. ഡിസ്കവർ ചെയ്ത സ്ഥലം US-ലാണ് ഉണ്ടോ, 2008. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നാട്ടോ അവന്മാര്. അങ്ങനെ ദുബായിയുടെ സ്വന്തമായി ഇപ്പൊ ദുബായ് ഡൈനോ. സോ ഫൈനലി ഗൈസ് വി ആർ ഇൻ ഹിയർ. അടുത്ത് നമ്മൾ പോണത് ചൈന ടൗൺ. ചൈന ടൗണിൽ നല്ല അടിപൊളി പിക്ക് അടിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അടിപൊളി നല്ല പിക്കൊക്കെ അടിച്ചിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാ. ചെക്കന്മാർക്ക് ഒരു ഏകദേശം 6:30 ആയില്ല അപ്പോ. സോ അവർക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബുർജ് ഖലീഫയിലേക്ക് എൻ്റർ ചെയ്യണം. സോ എഗെയിൻ ഞാൻ കാണിച്ചു തരാം. തെൽത്തന്റെ കണ്ട അടിപൊളിയായിട്ട്. അങ്ങനെ അനീസും ഫാമിലിയും ദുബായ് മാൾ ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ സിട്ടുമോനാണെങ്കിൽ ഫുൾ കലിപ്പാട്ടോ. സിട്ടു അന്ന ഞാണ്ടല്ലോ കണ്ടോ, ഫുള്ള് വിക്രസാണ്. വിക്രസ് വില്ലനാണ്. ചിട്ട് മോനെ ഓലോ ഗായ്സ് എന്ന് പറഞ്ഞ, അതെ നമ്മള് യൂട്യൂബിൽ വരുന്നുണ്ടോ അത് തന്നെ. ആ നായകൻ ഞങ്ങളുടെ. സോ ഗായ്സ് നമ്മളങ്ങനെ ചൈന ടൗണിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് ഇതാണ് ചൈന ടൗൺ. നേരെ നമുക്ക് ചൈന ടൗണിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഞാൻ കാണിച്ചു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. കണ്ടോ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കോർണറിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അവിടെ കണ്ടോ മരങ്ങളും കാര്യങ്ങളും
ഇവിടെ ലൈറ്റൊക്കെ തൂക്കി വെച്ച് ഓ ശരിക്കും ഹോളിവുഡ് പടത്തിനകത്ത് കാണുന്ന പോലത്തെ പ്രതീതി. ഞാൻ ഇവിടെ ഞാനും പാറും മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മള് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പിക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് പിക്കൊക്കെ അടിക്കട്ടെ. ഇവരുടെ ഒരു കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ നല്ല നല്ല ആംബിയൻസ് നല്ല പിക്ക് കിട്ടും. അപ്പൊ ഇവർക്ക് നല്ല പിക്ക് അടിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യാം. വലിയൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാപ്പാന്റെ ഉമ്മാന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. എവിടെ എവിടെ ഫോട്ടോ എവിടെ? ആ അതാ കണ്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടേ. ഫോട്ടോഗ്രാഫർ ഷിട്ടുമോൻ. അപ്പൊ നമ്മള് പാണ്ടേൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടോ. നമ്മളിന്ന് പാണ്ട കണ്ടു, ചൈന ടൗൺ കണ്ടു, പാണ്ട കണ്ടു. ഇനി നേരെ നമ്മള് വാട്ടർഫാൾ ഇങ്ങോട്ട് ഇതാട്ടോ അമ്മ പാണ്ട. നല്ല അടിപൊളിയായിട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ ആണ്. ദുബായ് മാളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചൈന ടൗൺ ഇറങ്ങാം. അവിടുന്ന് നേരെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് പിടിച്ച് കഴിഞ്ഞാണ്ടോ നിങ്ങൾക്ക് പാണ്ട കിട്ടും. അവിടെ നല്ല പിക്ക് അടിക്കാം. ചൈന ടൗണിൻ്റെ അവിടെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. സോ ഗൈസ് നമ്മൾ അങ്ങനെ നടന്ന് നീങ്ങണമെങ്കിൽ വാട്ടർഫോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടൈൻ മറ്റേ ബുർജ് ഖലീഫ ആ ഒരു ഏരിയ പോകണം. ഏകദേശം ഇപ്പോൾ സമയം കറക്റ്റ് ഇരുട്ടായി. ഇപ്പം അങ്ങോട്ട് നേരെ വിടാം നമുക്ക്. വാട്ടർഫോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വിടാം. സ്കീ തുടങ്ങിയിട്ടോ, പിള്ളേർ ഇവിടെ സ്കീ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അതിൽ നമ്മൾ വാട്ടർഫോളിന്റെ താഴത്തെത്തി. നടന്ന് ഉപ്പാളെ കിട്ടോ. ദുബായ് മാളിൽ വന്നാൽ തീർന്ന ഒരു ദിവസമാണ് തീരും. ഇതാണ് വാട്ടർഫോൾസ്. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും നടന്ന് കഷ്ടപ്പെട്ടു വന്ന ജനസാഗരം. ഇവിടെ അനീസും അനീസിന്റെ ഫാമിലിയും ഉണ്ട്. ആയിരിക്കും ഫൈനലി ഫൗണ്ടൈൻ്റെ അവിടെ എത്തിയിട്ട് ബുർജ് ഖലീഫ വ്യൂവും മറ്റേ വാട്ടർ ഡാൻസ് ഒക്കെ വരുന്ന സ്ഥലല്ലേ അതിന്റെ അടിയിലെത്തി. അങ്ങോട്ട് നടന്നുകൊണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എക്സൈറ്റ്. ഈ എക്സൈറ്റിനകത്താണ് ഫൗണ്ടൈൻ വരുന്നത്. ആപ്പിളിന്റെ സ്റ്റോറാണ് മേലെ വരുന്നത് കേട്ടോ. ഈ 2 ഫ്ലോർ ആപ്പിളിന്റെ സ്റ്റോർ, അതിന്റെ നേരെ അടിയിൽ ഫൗണ്ടൈൻ വ്യൂ. അതെ. സോ നമ്മളിങ്ങനെ താഴത്തേക്ക് പൊക്കോണ്ട് കേട്ടോ. ഗായ്സ് ഒരു രക്ഷയില്ല, മാരക ജനങ്ങള് പറഞ്ഞാൽ മാരക ജനങ്ങള്, ഒരു രക്ഷയില്ലാത്ത ജനങ്ങളാണ്. ഇത് കണ്ട സാഗരം, ജനസാഗരം. സോറി നൈസായിട്ട് കേറിട്ടുണ്ടോ? ബുർജ് ഖലീഫ മക്കളെ. ഏതാണ് ബുർജ് ഖലീഫ. ഇനി ലൈറ്റിംഗ് ഷോ തുടങ്ങണത് സമയം 7:54 കേട്ടോ. 8 മണിക്കാണ് തുടങ്ങുക. നമുക്ക് കാണാം എന്താണെന്നില്ലേ. കാത്തിരിക്കാം സുഹൃത്തുക്കളെ, എന്തും സംഭവിക്കും. ഒരു രക്ഷയില്ലാത്ത ജനങ്ങളാട്ടോ. 9 മണിക്കാണ് ഇവർക്കുള്ള ടൈം കൊടുത്തില്ല. അപ്പൊ 9 മണിക്ക് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഗായ്സ് ഷാർപ്പ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കളെ കണ്ട ബുർജ് ഖലീഫ. ഞാൻ വൈഡ് ആംഗിളിൽ എടുക്കണം കേട്ടോ. വൈഡ് ആംഗിളിലാകുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സിംഗിൾ ഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മള് മുന്നേ കൊറേ കണ്ടാണ്, ഇവർക്ക് അതൊരു പുതുമയായിരിക്കും. ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ, ഒന്നും കാണുന്നില്ല. സീനാണമ്പോ ഇതാട്ടോ വാട്ടർ ഷോ ആണ് പാടുന്നോണ്ടിരിക്കണ ഇവിടെ ഫൗണ്ടൈൻ്റെ അടിയില്. ഇനി ഇതിന്റെ മേലെ ചിലപ്പോ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും തോന്നില്ല, പക്ഷെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും കുറച്ചും കൂടി. അപ്പൊ ആകെ ഒരു 5 മിനിറ്റിന്റെ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു, നിങ്ങൾ കണ്ടു കാണാലോ. അതെ, തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണാൻ പോകുന്ന പോലെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മള് ബുർജ് ഖലീഫന്റെ ഉള്ളിലോട്ട് കയറണം. അപ്പൊ അതിന്റെ എൻട്രൻസിലോട്ട് പോവാണ്. നമ്മൾ തിരിച്ച് ദുബായ് മാളിന്റെ ഉള്ളിലോട്ട് കയറട്ടോ. പിള്ളേര് ബുർജ് ഖലീഫന്റെ ഉള്ളിൽ കയറിട്ടോ. ഗൈസ് സ്റ്റേ ട്യൂൺ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് ഷെയർ ചെയ്യുക, പവറാക്കി തരിക. നമ്മളൊരു പുതിയ തുടക്കക്കാരാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. തെറ്റുകുറ്റങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒന്ന് കൂടുക, പവറാക്കി തരിക. ഗായ്സ് നമ്മൾ സ്റ്റിൽ ഇവിടെ തന്നെ അല്ല കേട്ടോ. വാട്ടർ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സോങ്ങിനകത്ത്. നല്ല വൈബ് ആകുമ്പോൾ എൻ്റെ കെട്ടിയോളാണ് ഓടിപ്പോയിട്ടുണ്ട്. എവിടെയാണാവോ? ഞാൻ അവിടെ നിന്ന് മാറുന്നെങ്കിൽ എന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചാ ഭാഗത്തന്നെ ഒതുക്കിയിരിക്കും നല്ലത്. തിരിച്ചെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിട്ടാ. അപ്പൊ ഏകദേശം സമയം 1:33 രാത്രി. ഇപ്പം നമ്മൾ തിരിച്ചെത്തണേ. ഞാൻ ആ ഫുഡ് കഴിക്കണതും തിരിച്ചെത്തിയിട്ട് ബുർജുമാലിൽ തിരിച്ചെത്തിയിട്ട് അവരൊക്കെ മീറ്റ് ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പം മറന്നുപോയി. നല്ല വിശപ്പ്, നല്ല ടയർഡ്. ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്നല്ലേ. പറ്റ വിട്ടുപോയി. വിശപ്പ് മാത്രമല്ല നല്ല ക്ഷീണമായിരുന്നു. ഉറക്കണ്ട, കണ്ണൊക്കെ ആകെ ചുമന്നു കൊടുത്തു. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. നാളെ നമ്മൾ പോകുന്നുണ്ട്. വേറെ കുറെ വീഡിയോസ് വരുന്നുണ്ട്. ഡിസൈഡ് സഫാരി പ്ലാൻ ആക്കുന്നുണ്ട്. കുറച്ച് അങ്ങനത്തെ കുറെ പരിപാടികൾ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പൊ ചിലതിലൊക്കെ നമ്മൾ സ്കിപ്പ് ആവും, ചിലതിൽ നമ്മൾ ജോയിൻ ചെയ്യും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്
എഗെയിൻ ഞാൻ പറയുന്നു, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഉഷാറാക്കി തരിക. ഗുഡ് നൈറ്റ് പറ. സപ്പോർട്ട് ചെയ്യും. അതെ, നമ്മളൊരു തുടക്കമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാക്കി തരാം. നമ്മളൊന്ന് പവറാക്കി തന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനൊരു ഒരു ടെൻഡൻസി ഉണ്ടാവും. UAE ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അടിപൊളി പ്ലേസുകളുണ്ട്. അത് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും. കുറേ സ്ഥലങ്ങൾ പോകാറുണ്ട്. വീഡിയോസൊക്കെ എടുക്കൽ വളരെ ചുരുക്കമാണ്. വെറുതെ പറയുന്നു, ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്, ഒന്നും പോസ്റ്റ് ചെയ്യില്ല. പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതാണ് പറഞ്ഞത്. സോ ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.